അതിരൂപതയ്ക്ക് ഒരു സമ്മാനം, നമ്മളെ കുടുംബ കൂട്ടായ്മകൾക്ക് പാടാൻ ഒരു പുതിയ ആന്തം റിലീസായിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ പാട്ട് കേട്ടോ? പാട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്കതൊന്ന് പഠിക്കാം. നമുക്ക് നമ്മളുടെ ഈ കൊസങ്കടി ഇടവക കൂട്ടായ്മയ്ക്ക്, നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നമുക്ക് പാടാൻ, നമുക്ക് ആ പാട്ടൊന്ന് പഠിച്ചാലോ? പഠിക്കാം. സിസ്റ്റേഴ്സും ഉണ്ടല്ലോ, പഠിക്കുമല്ലേ നമ്മള്? സാറേ പഠിക്കുമല്ലേ? ചേട്ടന്മാര് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കുമല്ലേ? അപ്പൊ ശരി. അപ്പൊ അച്ഛനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആ പാട്ടൊന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുക. അതിനുശേഷം നമുക്കത് ഓരോ ഭാഗമായിട്ട് പാടി അവസാനം ഒന്ന് ഫൈനലായിട്ട് പാടി നമുക്ക് പഠിക്കാം. അതിപ്പോ നമുക്ക് മറ്റ് ഇടവകയിലുള്ളവർക്കും പാട്ട് പഠിക്കാൻ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ പാട്ട് പഠിക്കുന്നത്. നമുക്ക് ഒന്നിച്ചൊന്ന് പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ ലിറിക്സ് രൂപതയിൽ നിന്ന് അയച്ചു തന്നുണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെച്ച് അത് ഒന്ന് നോക്കി ഒന്ന് ഞാൻ വായിച്ചു തരുമ്പോൾ അതൊന്ന് ഉച്ചത്തിൽ വായിക്കുക കേട്ടോ. നമുക്കൊന്ന് ആദ്യം ലിറിക്സ് ഒന്ന് പറഞ്ഞ് നമുക്കതൊന്ന് നമ്മളുടെ നാവില് ആ പദങ്ങളൊന്ന് പരിചയപ്പെടാം. ശരി, നമുക്കൊന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. കൈകൾ കോർക്കാം ഒന്നായി വളരാം. അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴി ചേർക്കാം. ഇതിന്റെ കോറസ്. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയകിരീടം ചൂടട്ടെ തലശ്ശേരി. ഇനി അതിന്റെ അനുപല്ലവി നോക്കാം. താമര നൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചന മാലിക പോലെ സ്നേഹ കുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. ബന്ധങ്ങൾ ദൃഢമാക്കാം. സുഖദുഃഖങ്ങൾ കൈമാറിയിടാം. നന്മകൾ പങ്കിട്ടേകാം. ഗാർഹിക സഭയുടെ സ്നേഹവിരുന്നിൽ പങ്കാളികളായി ചേരാം. ഇനി അതിന്റെ ചരണം. സകല ജനത്തെ ഊട്ടി വളർത്തും. തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം. ജീവിത മാതൃക നൽകാം. കത്തോലിക്ക വിശ്വാസത്താൽ നിർമ്മല ദീപ്തി പരത്താം. കർത്താവിൻ തിരു മുൻപിൽ നിരതം നന്ദി പറഞ്ഞു നമിക്കാം. പതിയെ ഒന്ന് പാടിത്തരാം. അതായത് പതിയെ എന്ന് പറയുമ്പോൾ സ്പീഡ് കുറച്ച് അത് നിങ്ങൾ ഏറ്റുപാടുകയും ചെയ്യാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. ഒരിക്കൽ കൂടി ആവർത്തിക്കും. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം.
ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേക. തറവാക്കു. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേക. ആ ഭാഗം കിട്ടിയില്ലേ? ഇനി അടുത്ത ഭാഗം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിചേർക്കാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിചേർക്കാം. കൈകൾ കോർക്കാം, ഒന്നിച്ചു പാടാം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിചേർക്കാം. ഞാൻ കോറസ് പാടിത്തരാം. സാർവത്രികമാം സഭയിൽ, സഭയിൽ, സാർവത്രികമാം സഭയിൽ, സഹോദര്യത്തോടെ, കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. ചൂടട്ടെ തലശ്ശേരി. ഒന്നിച്ചു പാടാം. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. നമുക്ക് അത്രയും ഒന്നിച്ചു പാടി വരാം ആദ്യം മുതൽ. 1 2 3 സ്റ്റാർട്ട്. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിചേർക്കാം. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. കൊള്ളാം. നിങ്ങളെല്ലാം വളരെ വേഗം പഠിക്കുന്നുണ്ടല്ലോ. വലിയ വലിയ ഗായകരൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുത്ത പാട്ട് പഠിക്കും. നിങ്ങളിപ്പോ പെട്ടെന്ന് തന്നെ പഠിച്ചു. ഇനി നമുക്കതിന്റെ സ്റ്റാൻസ് പല്ലവിയിലേക്ക് വരാം. അനുപല്ലവി. താമരനൂലിൽ പാടൂ. താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചനമാലിക പോലെ, താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചനമാലിക പോലെ, താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചനമാലിക പോലെ, സ്നേഹ കുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. സ്നേഹ കുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചനമാലിക പോലെ, സ്നേഹ കുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. സുഖദുഃഖങ്ങൾ കൈമാറിയിടം, നന്മകൾ പങ്കിട്ടേകാം. ഗാർഹിക സഭയുടെ സ്നേഹവിരുന്നിൽ പങ്കാളികളായി ചേരാം. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. ഇനി അതേപോലെ നമ്മൾ ആവർത്തിച്ച് അനുപല്ലവിയുടെ ഭാഗവും ചരണത്തിന്റെ ഭാഗം നമുക്ക് പാടാം. സകല ജനത്തെ ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം,
ജീവിത മാതൃക നൽകാം. സകല ജനത്തെ ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം, ജീവിത മാതൃക നൽകാം. ഒന്നുകൂടി. സകല ജനത്തെ ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം, ജീവിത മാതൃക നൽകാം. കത്തോലിക്ക വിശ്വാസത്താൽ നിർമ്മല ദീപ്തി പരത്താം. കർത്താവിൻ തിരുമുൻപിൽ നിരതം നന്ദി പറഞ്ഞു നമിക്കാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്തിൽ മിശിഹായിൽ മിഴിച്ചേർക്കാം. സാർവത്രികമാം സഭയെ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. ഓക്കെ, ഇനി നമുക്ക് മൊത്തം ഒന്നിച്ച് മുഴുവനായിട്ടൊന്ന് പാടാം ആദ്യം മുതല്. അപ്പൊ നമ്മൾ ആദ്യം പാടുമ്പോൾ 2 പ്രാവശ്യം, തിരുസഭ തന്നോട് 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് കൈകൾ കോർക്കാം. പിന്നെ കോറസ് 2 പ്രാവശ്യം. കോറസ് കഴിഞ്ഞാൽ നേരെ അനുപല്ലവിയിലേക്ക് താമരനൂലിൽ എന്ന് തുടങ്ങുന്ന ഭാഗം. അത് കഴിഞ്ഞ് കോറസ് 2 പ്രാവശ്യം. അത് കഴിഞ്ഞ് സകല ജനത്തെ ഊട്ടി വളർത്തും ചരണം പാടുന്നു. അത് കഴിഞ്ഞ് തിരുസഭ പാടുന്നു. തിരുസഭ രണ്ടാമത് പാടുമ്പോൾ 1 പ്രാവശ്യമേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ച. അത് കഴിഞ്ഞ് കോറസ് പാടി അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ഭാഗം 1, 2 പ്രാവശ്യം ചൂടട്ടെ തലശ്ശേരി, കൂട്ടായ്മകളെ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി എന്നുള്ളത് 2 പ്രാവശ്യം പാടും. ഓക്കെ അല്ലേ? ഇതിലൊന്ന് പാടാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം. കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിച്ചേർക്കാം. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചന മാലിക പോലെ സ്നേഹകുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. താമരനൂലിൽ കോർത്തുമെനഞ്ഞൊരു അർച്ചന മാലിക പോലെ സ്നേഹകുടുംബ കൂട്ടായ്മകളിൽ ബന്ധങ്ങൾ ദൃഢമാക്കാം. സുഖദുഃഖങ്ങൾ കൈമാറിയിടാം, നന്മകൾ പങ്കിട്ടേകാം. ഗാർഹിക സഭയുടെ സ്നേഹവിരുന്നിൽ പങ്കാളികളായി ചേരാം. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമാം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സകല ജനത്തെ ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം, ജീവിത മാതൃക നൽകാം. സകല ജനത്തെ ഊട്ടി വളർത്തും തിരുവചനം കാതോർക്കാം. വിശുദ്ധി വിളങ്ങും ഭവനമൊരുക്കാം, ജീവിത മാതൃക നൽകാം. കത്തോലിക്ക വിശ്വാസത്താൽ നിർമ്മല ദീപ്തി പരത്താം. കർത്താവിൻ തിരുമുൻപിൽ നിരതം നന്ദി പറഞ്ഞു നമിക്കാം. തിരുസഭ തന്നുടെ ചിറകിൻ കീഴിൽ ഒരു ജനമായി നാം പുലരാം. ആദിമസഭയുടെ ചൈതന്യത്തിൽ അന്യോന്യം തുണയേകാം.
കൈകൾ കോർക്കാം, ഒന്നായി വളരാം, അനുഗ്രഹമായി നാം മാറാം. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ മിശിഹായിൽ മിഴിചേർക്കാം. സാർവത്രികമം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. സാർവത്രികമം സഭയിൽ സാഹോദര്യത്തോടെ കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. കൂട്ടായ്മകളാൽ വിജയ കിരീടം ചൂടട്ടെ തലശ്ശേരി. എങ്ങനെയുണ്ട് പാടി നോക്കട്ടെ?